നമ്മുടെ പരിപാടി ആരംഭിക്കുന്നു. സ്വാതന്ത്ര്യം, സാമൂഹ്യനീതി, ഭരണകൂടം, നമ്മുടെ കോൺഫറൻസ് ഈ മീറ്റിംഗിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ടി.ആർ. സീതാറാമനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പി. അബ്ദുൽ മജീദ് ഫൈസി, ഈ വെർച്വൽ കോൺഫറൻസിന് അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനായ റോയറക്കൽ, പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹമീദ് മാഷ്, ഈ പരിപാടി അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ മുസ്തഫ കൊമേരി, സംസ്ഥാന സമിതി അംഗം കൃഷ്ണൻ എരിഞ്ഞിക്കൽ, പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ താലേരി, ഈ കോൺഫറൻസിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ പൗരന്മാരെയും സഹോദരങ്ങളെയും സഹോദരിമാരെയും ഈ അവസരത്തിൽ STPയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ ഞാൻ ആമുഖമായി അർപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യം 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് STPയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, ഭരണകൂടം എന്ന ടൈറ്റിലോടുകൂടി ഒരു വെർച്വൽ കോൺഫറൻസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ ദേശീയ തലത്തിൽ തന്നെ ഈ സുന്ദരമായ നിമിഷം നമ്മുടെ രാജ്യത്ത് നമ്മുടെ പൂർവികർ വൈദേശിക ശക്തികളിൽ നിന്ന് നിരന്തരമായ സമര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം, അതിന്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട്, അതിന്റെ ചരിത്രങ്ങൾ അയവിറക്കിക്കൊണ്ട്, അതിന്റെ തേജോജ്വലമായ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് പാർട്ടി വിപുലമായി ഈ ദിനം അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്, ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ, നമ്മളുടെ പിന്നിട്ട നാളുകളെ കുറിച്ച് നമ്മൾ അനുസ്മരിക്കുമ്പോൾ, സ്വതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ വെല്ലുവിളികളെ കുറിച്ച് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ നിലകൊള്ളുന്നത്. എന്തിനു വേണ്ടിയാണോ നമ്മുടെ പൂർവികർ പോരാടിയത്,
ഇന്ത്യ രാജ്യത്തിന്റെ ജനങ്ങൾ സുരക്ഷിതമായി സ്വാതന്ത്ര്യത്തോടു കൂടി അവരുടെ ജീവനും ജീവിതവും സുലഭമായി രാജ്യത്ത് ചെലവഴിക്കുന്നതിനു വേണ്ടി വളരെ മനോഹരമായ ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ പാടുപെട്ട, പ്രയാസപ്പെട്ട, ജീവൻ വെടിഞ്ഞ നമ്മുടെ പൂർവികർ സ്വപ്നങ്ങളുടെ രാജ്യത്തിന്റെ ആ രാജ്യത്തിൽ നിന്ന് വിഭിന്നമായി, ആ സ്വപ്നത്തിൽ നിന്ന് വിഭിന്നമായി ആണ് ഇന്ന് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ പറയാതെ വയ്യ. കാരണം തങ്ങളുടെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ പൗരന്മാരുടെ ജീവനും അവരുടെ ജീവിതത്തിലേക്കും തന്നെ കൂച്ചുവിലങ്ങിടാൻ പാകത്തിനുള്ള ഭരണകൂട ഭീകരതകൾ നമ്മുടെ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന വർത്തമാന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇന്ത്യ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സന്ദർഭത്തിലാണ് നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യം മുഴുവൻ ആഘോഷിക്കപ്പെടേണ്ട ഘോഷയാത്രകളും വലിയ വലിയ മീറ്റിങ്ങുകളും സെമിനാറുകളും മധുരപലഹാര വിതരണങ്ങളും പരേഡുകളും ഒക്കെ നടക്കേണ്ട, വ്യാപകമായിട്ട് തെരുവോരങ്ങളെ ത്രിവർണ്ണ പതാക കൊണ്ട് ആഘോഷമാക്കി മാറ്റേണ്ട ഈ സന്ദർഭം ദൗർഭാഗ്യവശാൽ ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുള്ള കോവിഡ് എന്ന മഹാമാരി മൂലം ആഘോഷ പരിപാടികൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് ചെറിയ ചെറിയ ആഘോഷങ്ങളാക്കി മാറ്റി നമ്മുടെ രാജ്യം അതിനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ദിനം നമ്മൾക്ക് മറക്കാൻ സാധ്യമല്ല. ഈ ദിനം നമ്മൾ അനുസ്മരിക്കുമ്പോൾ, ഓർമ്മപ്പെടുത്തുമ്പോൾ ഇന്നിന്റെ ഭരണകൂടത്തിന്റെ ചില ഓർമ്മപ്പെടുത്തലുകൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിനെ കുറിച്ച് നമ്മൾ സന്ദേശം നൽകുമ്പോൾ ഇന്ന് ഭരണകൂടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പൗരന്മാർക്കെതിരായിട്ടുള്ള വേട്ടകൾക്കെതിരെ ശക്തമായ താക്കീതോടുകൂടി ഈ ദിനത്തിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഈ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കേണ്ടത്, ആശംസിക്കേണ്ടത് എന്നാണ് എനിക്ക് അവസരത്തിൽ ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ യശസ് തിരിച്ചുപിടിക്കാൻ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്ന് നമ്മൾ പറയുമ്പോൾ, ഏറ്റവും വലിയ മതേതരത്വ രാഷ്ട്രമെന്ന് വിശേഷിക്കപ്പെടുമ്പോൾ, നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ രാജ്യത്ത് ഒരുപാട് മനുഷ്യരുള്ള, ഒരുപാട് ജാതികളുള്ള, ഒരുപാട് സംസ്കാരങ്ങളുള്ള, ഒരുപാട് ഭാഷകളുള്ള, ലോകത്തിന് തന്നെ ഒരു അത്ഭുതമായി നിലനിൽക്കുന്ന ഈ രാജ്യത്തെ വെട്ടിമുറിച്ചുകൊണ്ട്, ഈ രാജ്യത്തിന്റെ യഥാർത്ഥ സത്തയെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ഏകശിലയിലേക്ക് ഈ രാജ്യത്തെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന ബോധ്യത്തോടായിരിക്കണം നമ്മൾ ഈ സ്വതന്ത്ര ദിനത്തെ അനുസ്മരിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള ഈ നാട്ടിലെ നല്ലവരായ, ഈ രാജ്യത്തെ നല്ലവരായ പൗരന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മറ്റൊരു സ്വതന്ത്ര സമരത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത് എന്നാണ്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ അതിന്റെ സന്ദേശവും മറ്റുള്ളവരൊക്കെ പുറകെ വരുന്നത് പറയും. നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉണർന്നിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ രാജ്യം കടന്നു പോകേണ്ടത് എന്ന ദൃഢമായ ബോധ്യത്തോടുകൂടി, ചിന്തയോടുകൂടി ഈ സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പി അബ്ദുൽ മജീദ് ഫൈസിയെ ഈ കോൺഫറൻസിലേക്ക്
ഹാർദവമായി നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ കോൺഫറൻസ് അധ്യക്ഷ വഹിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറക്കലിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ ദിനത്തിന്റെ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നതിന് വേണ്ടി പാർട്ടിയുടെ ബഹുമാന്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് അവരുടെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുസ്തഫ കൊമേനി, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം കൃഷ്ണൻ എരിഞ്ഞിക്കൽ, പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ പാലേരി അവരുടെയും ഈ മഹത്തായ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ജയ് STP. കോൺഗ്രസ് ഉദ്ഘാടനത്തിനായിട്ട് ഉദ്ഘാടകൻ സംസ്ഥാന അധ്യക്ഷൻ അബ്ദുൽ അലീഫ് ഫൈസി അവരെ ക്ഷണിച്ചുള്ളൂ. അധ്യക്ഷൻ റോയാകൻ, ഈ സമ്മേളനത്തിലെ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ്, സ്വാഗതം ആശംസിച്ച PR സിയാദ്, പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ പാലേരി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയ സഹോദരങ്ങൾ, ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ഹൃദ്യമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേടുകയാണ്. രാജ്യത്തിൻ്റെ 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ ദിവസം സ്വാതന്ത്ര്യം, സാമൂഹ്യനീതി, ഭരണകൂടം എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയുള്ള വെർച്വൽ കോൺഫറൻസാണ് പാർട്ടി ഇന്ന് സ്വാതന്ത്ര്യദിനാഘോഷമായി നടത്തുന്നത്. പാർട്ടിയുടെ എല്ലാ ഓഫീസുകളിലും അതുപോലെ ബ്രാഞ്ച് തലങ്ങളിലും ഇന്ന് രാവിലെ തന്നെ പതിവ് പോലെ നമ്മുടെ ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം ജനങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങള്, അടിസ്ഥാന ജനവിഭാഗങ്ങള് ഇപ്പോൾ ആഗസ്റ്റ് 15 ആഘോഷിക്കുന്നത് അവര് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷമല്ല, മറിച്ച് 1947 ആഗസ്റ്റ് 15 വെള്ളക്കാരുടെ കോളനി വാഴ്ച ഇന്ത്യയിൽ നിന്ന് അവസാനിച്ചതിന്റെ ഒരു ആഘോഷം മാത്രമാണ് എന്ന് പറയേണ്ടി വരും. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകമാണ്. ബ്രിട്ടീഷുകാർക്ക് മുമ്പ് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒക്കെയായി നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ നിലനിന്ന കോളനി വാഴ്ചയിൽ നിന്ന് ജനങ്ങൾ സ്വതന്ത്രരാവുകയും
രാജ്യത്തെ ജനങ്ങൾക്ക് സ്വയംഭരണാവകാശം ലഭിക്കുകയും ചെയ്തു എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. അതിന് ഏതാണ്ട് 1.5 നൂറ്റാണ്ട് കാലത്തോളം നീണ്ടുനിന്ന പലതരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട്. വ്യത്യസ്ത സ്വഭാവത്തിലുള്ള പോരാട്ടങ്ങളുടെ നിസ്സഹകരണ പ്രസ്ഥാനം മുതൽ ഉപ്പു സത്യാഗ്രഹം മുതൽ ധീരമായ സമര പോരാട്ടങ്ങളുടെ വമ്പിച്ച തീക്ഷ്ണമായ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളുടെ എല്ലാം ഒരു പരിണിത ഫലമാണ് രാജ്യം ബ്രിട്ടീഷുകാരുടെ കോളനി വാഴ്ചയിൽ നിന്ന് മോചിതമായത് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ആഗസ്റ്റ് 15-ന് ഈ രാജ്യം നേടിയിട്ടുള്ള ഈ സ്വാതന്ത്ര്യത്തിന്റെ ഒരു വർഷം മാത്രം അതിന്റെ ആ തീക്ഷ്ണമായ പോരാട്ടങ്ങളെ കുറിച്ചോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ സഹിച്ച ത്യാഗങ്ങളെ കുറിച്ചോ കാര്യമായ പരാമർശങ്ങളോ ചർച്ചകളോ ഇല്ലാതെ അവരെയൊക്കെ ഒരു അലങ്കാരത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമര സേനാനികളെ, അതിന് നേതൃത്വം നൽകിയ നേതാക്കളെ ഒരു അലങ്കാരത്തിന് വേണ്ടി സ്മരിച്ചു പോകുന്ന, പരാമർശിച്ചു പോകുന്ന ചടങ്ങുകൾ മാത്രമായി സ്വാതന്ത്ര്യാഘോഷ ദിനം അതിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടികളും മാറിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ രാജ്യത്തെ ഓരോ പൗരനും ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചത്. ഇന്ന് ചെങ്കോട്ടയിലെ അദ്ദേഹത്തിന്റെ പതിവ് പ്രസംഗത്തിലും ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലും അദ്ദേഹം ആ പ്രഖ്യാപനം ആവർത്തിക്കുകയുണ്ടായി. ആഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കും RSSനും ഇതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയുള്ള ആളുകളാണ് ഈ രാജ്യത്തെ സാധാരണക്കാരായ ബഹുഭൂരിപക്ഷം ആളുകളും എന്ന് RSSകാർക്ക് ഇനിയും തിരിച്ചറിയാതെ പോകരുത് എന്നാണ് എനിക്ക് അവരെ ഓർമ്മപ്പെടുത്താനുള്ളത്. അതേസമയം പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനം അല്ലെങ്കിൽ RSSന്റെ ഈ പദ്ധതി രാജ്യത്ത് പുതിയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യം ഒരു വിഭാഗത്തിന് മാത്രമായി റിസർവ് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് എന്നും സ്വാതന്ത്ര്യം ഒരു വിഭാഗത്തിന് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആ പ്രഖ്യാപനത്തിന്റെ നാളുകളിൽ തന്നെ നിഷേധിക്കപ്പെട്ടതിന്റെ പിന്നിലുള്ള അജണ്ട എന്തായിരുന്നു എന്നും ചർച്ച ചെയ്യാനുള്ള പുതിയ അവസരമാണ് പ്രധാനമന്ത്രി തുറന്നു വച്ചിരിക്കുന്നത്. 1918 ആരംഭിച്ച അജണ്ടയുടെ ഭാഗമായി സംഘ നേതാക്കളായിരുന്ന കോൺഗ്രസിന്റെ ലേബലിൽ പോലും കോൺഗ്രസിന്റെ വേദികളിൽ പോലും നേതാക്കളായി ചമഞ്ഞ് അവസാനം ഇന്ത്യ സ്വതന്ത്രമായപ്പോ ഇവിടുത്തെ ഭരണകർത്താക്കളിൽ പോലും വന്നിട്ടുള്ള ഹിന്ദുത്വ അജണ്ട ലക്ഷ്യം വെച്ചുകൊണ്ട് ആ അജണ്ട മുമ്പിൽ വെച്ചുകൊണ്ട് കോൺഗ്രസിൽ നുഴഞ്ഞു കയറിയ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകൾ അടക്കം അതിൽ നമ്മുടെ ഇപ്പോ സംഘപരിവാറിന് RSSന് അവരുടെ ഒരു ഇഷ്ടപുത്രനായ അല്ലെങ്കിൽ നേതാവായ പട്ടേലിനടക്കമുള്ള ആളുകൾ
ഇന്ത്യയുടെ വിഭജനത്തിന്റെ പിന്നിലുള്ള അവരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് ഇന്ത്യയിലെ പുതിയ തലമുറ ചർച്ച ചെയ്യേണ്ടതുണ്ട്. രാജ്യം സ്വതന്ത്രമായപ്പോ പാകിസ്ഥാൻ എന്നൊരു രാജ്യത്തെ സൃഷ്ടിച്ച് അത് മുസ്ലിങ്ങളുടെ ഒരു രാജ്യമാക്കി അവതരിപ്പിച്ച് രാജ്യത്ത് എല്ലാവരും പരസ്പരം സഹോദരന്മാരായി, ഏകോദര സഹോദരന്മാരായി, സ്നേഹത്തോടു കൂടി ആഘോഷപൂർവ്വം ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കൊണ്ടാടുന്ന സന്ദർഭത്തില് ഒരു വിഭാഗത്തെ ശത്രുക്കളായി അവതരിപ്പിച്ച് വ്യാപകമായ ചോരക്കളം ഉണ്ടാക്കിയ രാജ്യത്ത് ചോരക്കളം സൃഷ്ടിച്ചതിന്റെ പിന്നിൽ അങ്ങനെ ഈ രാജ്യത്തെ ഒരു വലിയ സ്വാതന്ത്ര്യ സമരത്തിലും രാജ്യത്തിന്റെ നിർമ്മിതിയിലും ഇവിടത്തെ വികസനത്തിന്റെ ഈ രാജ്യത്തിന്റെ വികസനത്തിലും നിർണായകമായ സ്ഥാനം ഉറപ്പിച്ചിരുന്ന ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷങ്ങളിൽ ഭൂരിപക്ഷമുള്ള മുസ്ലിം ജനവിഭാഗത്തെ ഈ രാജ്യത്ത് നിന്ന് മറ്റൊരു രാഷ്ട്രാധിപത്യം സൃഷ്ടിച്ച് അങ്ങോട്ട് ആട്ടിപ്പായിക്കാനുള്ള പിന്നിലുണ്ടായിരുന്ന അജണ്ട ആരുടേതായിരുന്നു എന്ന് ഈ രാജ്യത്ത് ഇന്ന് രാജ്യത്ത് നിലവിലുള്ള ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പിൻഗാമികൾ മുസ്ലിങ്ങൾ മാത്രമല്ല, യഥാർത്ഥ മതേതര വിശ്വാസികളായ മുഴുവൻ ആളുകളും, പ്രത്യേകിച്ച് പുതിയ തലമുറ ചർച്ച ചെയ്യപ്പെടേണ്ട കാലം തന്നെയാണ്. കാരണം ആ വിഭജനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച, ആ അജണ്ട സൃഷ്ടിച്ച ആളുകളാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അവരാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ അന്യവൽക്കരിക്കുവാൻ, അപരവൽക്കരിക്കുവാനുള്ള പുതിയ അജണ്ടകള് ജനാധിപത്യ സംവിധാനം ഉപയോഗിച്ച് നിയമനിർമ്മാണങ്ങളിലൂടെ പോലും അവരാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ കാര്യമായ ഒരു ചർച്ച ഈ വിഷയത്തിൽ ആവശ്യമുണ്ട്. അതിന് കൂടുതൽ അവസരങ്ങൾ സ്വാതന്ത്ര്യദിനത്തിൽ മാത്രമല്ല മറ്റു സന്ദർഭങ്ങളിലും സൃഷ്ടിക്കുവാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ശ്രമിക്കും. അത് പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തമായി തന്നെ പാർട്ടി കാണുകയാണ്. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നടത്തിയ ഒരു പ്രഖ്യാപനത്തിലെ ആ പ്രഖ്യാപനം തന്നെ ഒന്ന് കൃത്യമായി നമ്മൾ നിരീക്ഷിച്ചാൽ രാജ്യത്തെ ഭരണാധികാരികള് ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നും അവർ ഈ രാജ്യത്തെ പൗരന്മാരുടെ പ്രശ്നങ്ങൾക്ക് എന്ത് വിലയാണ് നൽകുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമന്ത്രി കോവിഡ് പോരാളികളെ ഇന്ന് അഭിനന്ദിക്കുകയുണ്ടായി. ആരോഗ്യ പ്രവർത്തകർ, അതേപോലെ കോവിഡിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെയൊക്കെ തന്നെ അതിന്റെ സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. തെറ്റായി കാണുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് ഇന്ന് ഇന്ത്യയുടെ ഒരു ഭരണാധികാരി ഏറ്റവും അധികം അഭിനന്ദിക്കേണ്ടത് ആരെയായിരുന്നു? അഭിവാദ്യം അർപ്പിക്കേണ്ടത് ആർക്കായിരുന്നു? ഞാൻ മനസ്സിലാക്കുന്നത് കോവിഡ് എന്ന ഒരു വലിയ മഹാമാരി സർക്കാരിന്റെ നിയന്ത്രണങ്ങൾക്കും അപ്പുറം ശക്തമായി ഇവിടെ അടിച്ചു വീശിയപ്പോ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കേണ്ട സൗകര്യങ്ങളുടെ പരിമിതി കാരണം അതിന്റെ മുമ്പിൽ പതറിപ്പോയ, ജീവൻ നഷ്ടപ്പെട്ട, മരിച്ചുപോയ ആളുകളെ ദഹിപ്പിക്കാൻ വേണ്ടി മണിക്കൂറുകളല്ല ദിവസങ്ങളോളം അവരുടെ ശവശരീരം റോഡിൽ ശവശരീരം വെച്ച് അവരുടെ മുമ്പിൽ നിന്ന് ക്യൂ നിന്ന, അവസാനം ദഹിപ്പിക്കാൻ അവസരം സ്ഥലം കിട്ടാത്തത് കാരണം ഗംഗയിലും യമുനയിലും കൊണ്ടുപോയി ഒഴിക്കേണ്ടി വന്ന, പിതാവിന്റെയും അതുപോലെ മകളുടെയും ഒക്കെ ശവശരീരം ദഹിപ്പിക്കുന്നതിന് അതല്ലെങ്കിൽ മറവ് ചെയ്യുന്നതിന് കൊണ്ടുപോകുവാൻ ആംബുലൻസ് ലഭിക്കാത്തത് കാരണം സൈക്കിളിലും കൊണ്ടുപോയ, ചുമന്നു കൊണ്ടുപോയ ആളുകൾ, കോവിഡ് കാരണം ദാരിദ്ര്യത്തിലേക്ക് തള്ളി നീക്കപ്പെട്ട ആളുകൾ, കോവിഡ് കാരണം തൊഴിൽ നഷ്ടപ്പെട്ട
വരുമാനം നഷ്ടപ്പെട്ട അവസാനം സ്വന്തം മക്കളും അതുപോലെ കുടുംബക്കാരും മക്കളും ഒക്കെ തന്നെ ഭാര്യയും മക്കളും ഒക്കെ പട്ടിണി കിടക്കുന്നത് കാണാൻ സാധിക്കാത്തത് കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ആളുകൾ. ഇവരെ ഒന്നും ഇന്നത്തെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പോലും പ്രധാനമന്ത്രി അനുസ്മരിച്ചില്ല. അദ്ദേഹത്തിന് അവരോട് ഒരു ആദരാഞ്ജലി അർപ്പിക്കാൻ പോലും തോന്നിയിട്ടില്ല. യഥാർത്ഥത്തില് 75 വർഷം പിന്നിടുന്ന ഇന്ത്യ ഈ 75 വർഷം കൊണ്ട് എന്ത് നേടി എന്നതിന്റെ പ്രത്യക്ഷമായ തെളിവുകളാണ് ഇന്ന് നമ്മുടെ ഈ പുതിയ സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കോവിഡിന്റെ 1ാം ഘട്ടം 2ാം ഘട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് അമേരിക്ക കേന്ദ്രമായിട്ടുള്ള പ്യൂ റിസർച്ച് സെന്ററിന്റെ ഒരു സർവേ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ വർഷം മാർച്ച് മാസത്തിൽ. കോവിഡിന്റെ 1ാം ഘട്ടത്തിൽ തന്നെ രാജ്യത്തെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളുടെ എണ്ണം കോവിഡിന്റെ 1ാം ഘട്ടത്തിൽ വന്ന സാമ്പത്തികമായ പ്രതിസന്ധി കാരണം അത് കാരണം മാത്രം 7.5 കോടി വർദ്ധിച്ചു എന്നാണ് അവരുടെ റിപ്പോർട്ട്. പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രഖ്യാപിക്കുന്നത് സൗഖ വികാസ്, സർവകോണമയം വികാസ് എന്നൊക്കെയാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. എല്ലാവർക്കും വികസനം എന്നതാണ്. സർവസ്പർശമയം വികാസ്, വികാസം എല്ലാ മേഖലയിലും എല്ലാ വിഭാഗങ്ങളിലും സർവസ്പർശിയായ വികസനം അത് നമ്മൾ ഈ രാജ്യം നേടിയിരിക്കുന്നുവെന്നല്ല. പ്രധാനമന്ത്രി 75ാം സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷിക ദിനത്തിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ജനങ്ങളോട് പറയുന്നത് ഹോനാ ചാഹിയേ എന്നാണ്. വേണം, എല്ലാവർക്കും വികസനം വേണം. സർവസ്പർശ വികാസ് സർവസ്പർശ ഹോനാ ചാഹിയേ, അതാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്. സർവസ്പർശിയായ വികസനം വേണം. ഇത് ആര് കൊണ്ടുവരും? ആരുടെ ഉത്തരവാദിത്തമാണ്? എന്തെങ്കിലും നടന്നോ? ദരിദ്രർക്ക് ഇന്ന് പ്രധാനമന്ത്രി ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നൽകുന്ന സൗജന്യ റേഷൻ വർദ്ധിപ്പിച്ചതായി ഇന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാൻ എന്ത് ചെയ്തു എന്നല്ല, ദാരിദ്ര്യം ഇവിടെ നിലനിർത്തിക്കൊണ്ട് ദരിദ്രരായ ആളുകളെ എന്നും ദരിദ്രരാക്കി നിലനിർത്തിക്കൊണ്ട് അവർക്ക് സർക്കാർ നൽകുന്ന ഈ ഒരു സൗജന്യ റേഷൻ എന്ന് പറയുന്ന ഒരു ഗുണനിലവാരമില്ലാത്ത അരി, വെറും അരി മാത്രം, ഇത് കുറച്ച് 10 കിലോ കൂട്ടിക്കൊടുത്തിട്ട് ഇന്ത്യൻ ഭരണാധികാരികൾ സർക്കാർ ഇവിടെ സർവവികാസ് നേടിയെടുക്കുന്നു എന്ന് അവകാശപ്പെടുന്നത് എത്ര വിചിത്രകരമായ കാര്യമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സത്യത്തില് ഇന്ത്യയിലെ ഇന്നും 2/3 വിഭാഗം, ഇന്ത്യയിലെ ജനങ്ങളുടെ 2/3 വിഭാഗം, അതായത് 68.8 കോടി ജനങ്ങൾ, 68.8% ആളുകൾ, ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ 2/3 വിഭാഗം ആളുകൾ ദിവസവും 150 രൂപയിൽ താഴെ മാത്രം വരുമാനമുള്ള ആളുകളാണ്. എങ്ങനെയായിരിക്കും ഇന്നത്തെ പശ്ചാത്തലത്തിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ അവർ ജീവിക്കുന്നത് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഈ ആളുകളുടെ സമ്പാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിന്, വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്, ആളുകൾക്ക് സൗകര്യപ്രദമായ ജീവിതം നൽകുന്നതിനുള്ള യാതൊരു ഉത്തരവാദിത്വവും ഇന്ന് സർക്കാരുകൾ നിർവഹിക്കുന്നില്ല. അതിനു പകരം ചില ഔദാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ച് അതെല്ലാം ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ഗുണമാണ്, നേട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദുഃഖിപ്പിക്കുന്നില്ല. പൊതുവെ നമുക്കിന്ന്
രാജ്യത്ത് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്വാതന്ത്ര്യത്തിന്റെ ഓരോ വർഷവും ഇങ്ങനെ കഴിഞ്ഞു പോകുന്തോറും നമുക്ക് പ്രായം വർദ്ധിക്കുന്തോറും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് പ്രായം വർദ്ധിക്കുന്തോറും രാജ്യത്തെ ജനങ്ങൾ കൂടുതൽ സമാധാനമുള്ളവരായി മാറുകയല്ല, മറിച്ച് അസമാധാനവും അശാന്തിയും ഉള്ളവരായി മാറുകയാണ്. മനസ്സമാധാനമാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം ഹാപ്പിനെസ് ആണ്, സംതൃപ്തി, സന്തോഷം. ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് പറഞ്ഞാൽ അതിന്റെ രാഷ്ട്ര വികസനമല്ല. ഇന്ന് കശ്മീരിനെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു, കശ്മീർ ഇന്ത്യ നമ്മുടെ രാജ്യത്ത് നമ്മൾ നടപ്പാക്കാൻ പോകുന്ന വികസനത്തിന്റെ ഒരു അടിസ്ഥാന ശിലയാണ് കശ്മീരിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഈ ഭരണാധികാരികൾക്ക്, BJP ഉൾപ്പെടെയുള്ള ഈ പാർട്ടികൾക്ക് ഫണ്ട് നൽകുന്ന കോർപ്പറേറ്റുകൾക്ക്, കമ്പനികൾക്ക്, മുതലാളിമാർക്ക് അവിടെ പോയി ഭൂമി വാങ്ങാനും അവരുടെ വ്യവസായങ്ങൾ വളർത്തിയെടുക്കാനുമുള്ള പുതിയ അവസരങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് മാത്രം. അവിടുത്തെ ജനങ്ങൾ അവർ സംതൃപ്തരാണോ, അവരുടെ മനസ്സ് അംഗീകരിക്കുന്നുണ്ടോ എന്നത് പ്രശ്നമല്ല. നമ്മുടെ അടുത്ത പ്രദേശമായ ലക്ഷദ്വീപിൽ അവിടെ സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ പരിഷ്കാരങ്ങൾ, നിയമങ്ങൾ, അതിലൂടെ അവിടുത്തെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള അശാന്തി, ഇതേക്കുറിച്ച് നമുക്കറിയാം. അപ്പോ യഥാർത്ഥത്തില് സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നയങ്ങളും നിലപാടുകളും എല്ലാം തന്നെ ഇതിലേക്കാണ് കൊണ്ടുപോകുന്നത്. പൗരന്മാരെ സംശയിക്കുന്ന അവസ്ഥയിലേക്ക് ഭരണകൂടം മാറി. പെഗാസസും മറ്റുമൊക്കെ ഏറ്റവും പുതുതായി നമ്മുടെ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അതേപറ്റി ചർച്ച ചെയ്യാൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് പറയപ്പെടുന്ന പാർലമെന്റിനകത്ത് അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും സർക്കാർ ഭയപ്പെടുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം സർക്കാരിന് അതിൽ പങ്കുണ്ട് എന്നാണ്. പെഗാസസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഫോൺ ചോർത്തലല്ല, കേവലം ഫോൺ ടാപ്പിംഗ് എന്നത് ഇവിടുത്തെ അന്വേഷണ ഏജൻസികളൊക്കെ കാലാകാലങ്ങളായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിനുള്ള സാങ്കേതിക വിദ്യയും അവിടെ മുമ്പിലുണ്ട്. പക്ഷെ പെഗാസസ് എന്താണ്? ഒരാളുടെ ഫോണിൽ കടന്നു കയറി അയാളുടേതായിട്ട് മെസ്സേജുകൾ സൃഷ്ടിക്കാനും അയാളുടേതായിട്ടുള്ള ഇമെയിലുകളെല്ലാം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു പുതിയ സംവിധാനം. അതുകൊണ്ട് നിങ്ങൾ ആരും സുരക്ഷിതരല്ല. അതാണല്ലോ ഭീമാ കൊറേഗാവ് കേസിൽ പ്രതികളാക്കപ്പെട്ട പലരുടെയും കാര്യത്തിൽ നമ്മൾ കണ്ടത്. അവര് അയക്കാത്ത ഇമെയിലുകളാണ് അവരുടെ തന്നെ ഇമെയിലുകളിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഒരു സഹോദരി ഇവിടെ മലപ്പുറം ജില്ലയിലെ AR നഗറിലെ ഒരു ബാങ്കിലെ കോടികളുടെ കള്ളപ്പണത്തെ കുറിച്ച് ചർച്ച ഇപ്പോൾ നടക്കുകയാണല്ലോ. ഒരു സഹോദരി അവരുടെ അക്കൗണ്ടിലൂടെ 85 ലക്ഷം രൂപ കൈമാറ്റം ചെയ്യപ്പെട്ടത് EDയുടെ നോട്ടീസ് വന്നപ്പോഴാണ് അറിയുന്നത്. അതുപോലെ നമ്മൾ പല ഇതിലൂടെയും നമ്മുടേതല്ലാത്ത മെസ്സേജുകൾ നമ്മളെ കൊടുക്കണമെങ്കിൽ ഇവിടുത്തെ ഏജൻസികൾക്ക്, സർക്കാരിന് നിങ്ങളെ നിശബ്ദരാക്കണമെങ്കിൽ നിങ്ങളുടെ ഫോണിലും നിങ്ങളുടെ ഈ ലാപ്ടോപ്പുകളിലും കമ്പ്യൂട്ടറിലും നിങ്ങളുടെ ഇമെയിലിലൂടെ, നിങ്ങളുടെ വാട്സപ്പുകളിലൂടെ നിങ്ങൾ ഒരുപക്ഷെ മനസ്സിൽ പോലും വിചാരിക്കാത്ത മെസ്സേജുകൾ, ദേശവിരുദ്ധമായ സന്ദേശങ്ങൾ നിങ്ങളുടേതായി അയക്കാനും അതിൽ നിങ്ങൾ പ്രതിയേർക്കാനും അങ്ങനെ എന്നേക്കുമായി ജയിലിലടക്കാനും സാധിക്കും. അങ്ങനെയുള്ള കൃത്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമുള്ള ഒരു രാജ്യത്തെ കുറിച്ചാണ് ആ രാജ്യത്തെ ജനങ്ങള് സ്വതന്ത്ര ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര പരിഹാസ്യമാണ് ആ വാക്ക്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു. ഇതിനെ പരിഹാസ്യമാക്കുന്നത് ഇവിടുത്തെ ഭരണാധികാരികളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പൗരന്മാർ അവർ കേവലം തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചെയ്യേണ്ട സമയത്ത് മാത്രമാണ് ഒരു പൗരനായി അംഗീകരിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അവന് യാതൊരു അംഗീകാരമില്ല, മാന്യതയില്ല, ബഹുമാനമില്ലാത്ത ഒരു ജനാധിപത്യ രാജ്യം. പൗരന്മാർ മാനിക്കപ്പെടാത്ത, പൗരന്മാർ ബഹുമാനിക്കപ്പെടാത്ത, റേഷൻ കാർഡ് കിട്ടാൻ ക്യൂ നിൽക്കണം, റേഷൻ ഷോപ്പിൽ പോയി റേഷൻ കിട്ടണമെങ്കിൽ ക്യൂ നിൽക്കണം, കോവിഡ്
ഇന്നലെ ഒരു സ്ഥലത്ത് ഞാൻ വയനാട്ടിൽ നിന്ന് വരുമ്പോ കണ്ടു, കോവിഡ് ഇഞ്ചക്ഷൻ ചെയ്യുന്നതിന്, വാക്സിനേഷൻ ചെയ്യുന്നതിന് ജനങ്ങൾ മഴയത്ത് കൊടചൂടി ക്യൂ നിൽക്കുകയാണ്. ഒരു പൗരന് യാതൊരു ബഹുമാനവും നൽകപ്പെടാത്ത ഒരു രാജ്യമായി എങ്ങനെയാണ് ജനാധിപത്യ രാജ്യം മാറുന്നത്? അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ സന്ദേശം, അതായത് മനസ്സമാധാനമുള്ള സംതൃപ്തിയുള്ള ജനത എന്നത് ഇവിടെ പ്രായോഗികമാക്കേണ്ടതുണ്ട്. അതിന് എതിര് നിൽക്കുന്ന ഭരണാധികാരികളെ തിരുത്താനും അവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനുമുള്ള ഉത്തരവാദിത്വം ഈ രാജ്യത്തെ പൗരന്മാർക്കുണ്ട്. ആ പൗര ബാധ്യത നിർവഹിക്കാൻ, അതിന് പ്രതിജ്ഞയെടുക്കാനുള്ള ദിവസമാണ് ഈ സ്വാതന്ത്ര്യ ദിനം. അതുകൊണ്ട് തന്നെ ആഗസ്റ്റ് 15 കേവലം ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷ ദിവസം മാത്രമല്ല, സ്വാതന്ത്ര്യ സംരക്ഷണ പ്രതിജ്ഞയ്ക്കുള്ള ഒരു ദിവസം കൂടിയാണ് എന്ന് എന്നെ കേൾക്കുന്ന ഈ മുഴുവൻ സഹോദരന്മാരെയും ജനാധിപത്യ വിശ്വാസികളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിനത്തിൽ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. സന്ദേശം നൽകുന്നതിന് വേണ്ടി നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാഷെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും സംബന്ധിക്കുന്ന നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ദൂരെ നിന്നുകൊണ്ട് ഈ പരിപാടി താല്പര്യത്തോടുകൂടി വീക്ഷിക്കുന്ന പ്രവർത്തകരും ഗുണകാംക്ഷികളും നാട്ടുകാരുമൊക്കെയായ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും സ്നേഹ ഊഷ്മളമായ ആഹ്ലാദപൂർണമായ സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രം അതിൻ്റെ 75ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. കോവിഡ് മഹാമാരി മൂലം ഇത് 2ാം തവണയാണ് പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി ഈ തവണ കേവലം പതാക ഉയർത്തലുകളിൽ മാത്രം ഒതുക്കി, ഒപ്പം ഈ പരിപാടിയോടുകൂടി സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടികൾ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, ഭരണകൂടം എന്ന തലക്കെട്ടിലുള്ള ഒരു വെർച്വൽ കോൺഫറൻസാണ് ഇവിടെ നടക്കുന്നത്. സ്വാതന്ത്ര്യ ദിന സന്ദേശം നൽകണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യ ദിന സന്ദേശം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ പ്രസിഡന്റ് കാലത്ത് പതാക ഉയർത്തുന്നതോടുകൂടി നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആവർത്തിക്കുന്നില്ല. ഞാനിവിടെ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ദീർഘനേരം ഒരു ഓൺലൈൻ പ്രോഗ്രാം സഹിക്കാൻ കഴിയില്ല ആളുകൾക്ക്. വർത്തമാനകാലത്ത് നിന്നുകൊണ്ട് ഭൂതകാലത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ പങ്കുവെച്ചുകൊണ്ട് സൂചനകൾ മാത്രം നൽകുവാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് വലിയ രാജ്യം ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെയൊക്കെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഇതിന്റെ ബഹുസ്വരതയും ഒക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വലിയ ഉത്കണ്ഠയോടുകൂടിയാണ്. അപകടത്തിലാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, ഈ രാജ്യത്തിന്റെ അഖണ്ഡത, ഈ രാജ്യത്തിന്റെ ബഹുസ്വരത, അതിന്റെ പരമാധികാരം
ഇതില് അത്ഭുതമില്ല. കാരണം ഈ രാജ്യത്തിലെ വ്യവസ്ഥയോട്, ജനാധിപത്യത്തോട് ഒന്നും ഒരു കൂറുമില്ലാത്ത ആളുകളാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്വാതന്ത്ര്യവും നമുക്കാരും വെള്ളിത്താരത്തിൽ വെച്ച് നീട്ടിത്തന്നതല്ല. ഐതിഹാസികമായ അനേകം പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന രാജോജ്വലമായ സമര പോരാട്ടങ്ങളിലൂടെയാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അതിന് ദേശത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള, പ്രത്യേകിച്ച് കേരളത്തിലുള്ള, അതിലും പ്രത്യേകിച്ച് മലബാറിലുള്ള നമ്മുടെ മുൻഗാമികളായ ആളുകൾ അനുഷ്ഠിച്ച ത്യാഗങ്ങൾ അനിഷേധ്യമാണ്. വിശദാംശങ്ങളിലേക്ക് പോകാൻ ഇപ്പൊ കഴിയില്ല. ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾ എന്തുകൊണ്ട്, പ്രത്യേകിച്ച് മലബാറിലുള്ള ആളുകൾ എന്തുകൊണ്ട് പിന്നോക്കം പോയി, അവര് എന്തുകൊണ്ട് രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക, വിദ്യാഭ്യാസ മേഖലകളിൽ പിന്നോക്കമായി എന്നൊക്കെ വിലയിരുത്തുമ്പോൾ അവര് ഈ രാജ്യത്ത് വൈദേശിക ചൂഷകരെ, അധിനിവേശ ശക്തികളെ തുരത്തി ഓടിക്കുന്നതിന് നടത്തിയ സമാനതകളില്ലാത്ത പോരാട്ടമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് വേറെ വിഷയമാണ്, നമ്മൾ പഠന വിധേയമാക്കേണ്ട വിഷയമാണ്. ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തോട്, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തോട്, ഇവിടുത്തെ വ്യവസ്ഥയോട് സ്നേഹമില്ലാത്ത ആളിനെ സംബന്ധിച്ചിടത്തോളം ഈ ചിന്ത അരോചകമാണ്. നമുക്കറിയാം, അവരത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അരോചകത. അത്തരം വിഷയങ്ങൾ മറ്റ് വേദികളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് ഒരു പങ്കുമില്ലാത്ത സ്വാതന്ത്ര്യ സമര പോരാട്ട ഘട്ടങ്ങളിലൊക്കെ തന്നെ അധിനിവേശ പാരതന്ത്ര്യത്തിന്റെ ശക്തികളോട് ഒപ്പം നിൽക്കുകയും അവരിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുകയും സമര പോരാട്ടങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ട ഇവിടുത്തെ ദേശസ്നേഹികളായ സ്വാതന്ത്ര്യ വാഞ്ചയുള്ള ആളുകളെ പിന്തിരിപ്പിക്കുന്നതിന് നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ഊർജം അത് ബ്രിട്ടീഷുകാരോട് പോരാടി നഷ്ടപ്പെടുത്താൻ ഉള്ളതല്ല എന്ന് ആഹ്വാനം ചെയ്ത ആളുകൾ. രാജ്യം ഒരു പ്രത്യേക ദശാസന്ധിയിൽ വിദേശ അടിമത്തത്തിലേക്ക് പോവുകയായിരുന്നില്ല. ഇന്ത്യ രാജ്യത്തിലെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, അനേകം പതിറ്റാണ്ടുകൾ ഡച്ചുകാർ വന്നിവിടെ, പോർച്ചുഗീസുകാർ വന്നിവിടെ, അവസാനം ഇംഗ്ലീഷുകാർ വന്നു ഇവിടെ. എല്ലാവരും വന്നത് ആദ്യത്തിൽ വ്യാപാര താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലായി. അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് അവരോടൊപ്പം ചേർന്ന് അവരിൽ നിന്ന് ആനുകൂല്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ അധിനിവേശത്തിനെതിരെ പോരാടിയ ആളുകളെ ഒറ്റുകൊടുത്തുകൊണ്ട് സ്വന്തം കാര്യം നേടിയ ആളുകളാണ് ഇന്ന് രാജ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു പങ്കുമില്ലാത്ത, ഇതിനോടൊരു സ്നേഹമില്ലാത്ത ആളുകൾ എന്തുകൊണ്ട് ഇവർ അധികാരത്തിൽ വന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മഹത്തായ ജനാധിപത്യത്തിന്റെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ദൗർബല്യമാണ്. നമുക്കറിയാം, ലോക ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഫാസിസ്റ്റുകള് അധികാരത്തിൽ വന്നിട്ടുള്ളതെല്ലാം ജനാധിപത്യത്തിന്റെ ഈ ദൗർബല്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ അത്തരം ആളുകളിൽ നിന്ന് ഭീഷണി ഉണ്ടായിട്ടില്ലെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പ്രസിഡന്റ് ഇവിടെ പറഞ്ഞല്ലോ, ഇന്ത്യ രാജ്യം ലോകോത്തര ജനാധിപത്യ രാജ്യം എന്നതിലേക്ക് നമ്മൾ അഭിമാനിക്കുകയാണ്. ഇന്ന് നമ്മൾ ലോകത്തിന് മുമ്പിൽ നാണമിട്ട് നിൽക്കുകയാണ്. ഇന്ന് ഈ ജനാധിപത്യ രാജ്യം ലോകത്തിന് മുന്നിൽ അപമാനിക്കപ്പെടുകയാണ്. ഈ ജനത അപമാനിക്കപ്പെടുകയാണ്. ജനാധിപത്യ രാജ്യമാണ് ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ ജനാധിപത്യത്തെ പരിഹസിക്കുക, അതൊരു സാഹചര്യത്തിലേക്കാണ് പോയിട്ടുള്ളത്. ഇവിടെ നമുക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. ഈ ആളുകൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ സ്വാതന്ത്ര്യത്തിനും ഈ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയിലും ഒരു പങ്കുമില്ലാത്ത ആളുകളാണ്. നമുക്കതല്ല, ഇത് നമ്മുടേതാണ് രാജ്യം. നമ്മുടെ പൂർവികന്മാര് ചോരയും ജീവനും സമ്പത്തും അവരുടെ ഭാവിയും എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആഹൂതി ചെയ്തുകൊണ്ട് നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തെ നമുക്ക് നിലനിർത്തേണ്ടതുണ്ട്. അവരിതിനകത്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. നിഷ്കരണം രാജ്യമായി അവർ ചെയ്യുന്നത് ഇന്ത്യ രാജ്യത്തെ ഈ ഏകീകൃത രൂപത്തിൽ നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ഭരണഘടന.
വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭ്രാന്താണ് ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ ഇന്ത്യ 1000 കഷണങ്ങളായി ഛിന്ന ഭിന്നമായിരുന്നു. ഇത് പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് നമ്മുടെ രാജ്യത്തിന്റെ സ്വാഗത പ്രസംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തിന്റെ ഇന്ന് ഒരു പ്രത്യേകമായ അവസ്ഥാവിശേഷമാണ്, ഒരു അത്ഭുതമാണ്. ലോകത്ത് ഒരു അപൂർവതയാണ് ഇന്ത്യ രാജ്യം. നാനാ ജാതി, മത, ഭാഷ, വർണ്ണ, സാംസ്കാരിക പൈതൃകങ്ങളൊക്കെയുള്ള ആളുകൾ ഏകോദര സഹോദരന്മാരെ കഴിഞ്ഞുകൊടുക്കും. കവിഭാഷയിൽ പറഞ്ഞാൽ വൈവിധ്യ പഠനങ്ങളില്ല, വ്യത്യസ്ത പരിമളങ്ങൾ പുലർത്തുന്ന, എന്നാൽ ഒന്നായി നിൽക്കുന്ന ഒരു പൂന്തോട്ടത്തിലെ വ്യത്യസ്ത പുഷ്പങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന അവസ്ഥ. ഇങ്ങനെ ഇത് ഏകീകരിച്ചു നിർത്തുന്നതിന് സഹായകമായത് നമ്മുടെ പൂർവികന്മാരായ ആളുകൾ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ലോകത്തുള്ള മുഴുവൻ സംസ്കാരങ്ങളും നിയമങ്ങളും ഭരണഘടനയും ഒക്കെ പഠന വിധേയമാക്കി തയ്യാറാക്കിയ ഭരണഘടന ഒന്ന്. മറ്റൊന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഫെഡറലിസമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളെ ഒന്നിച്ചു നിർത്തുന്ന ഈ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ചൈതന്യമാണ്, സൗന്ദര്യമാണ്. അതിനെ തച്ചു തകർക്കാനുള്ള ശ്രമം. അത് ഏറ്റവും ഉദാത്തമായ, ഏറ്റവും വൃത്തികെട്ട ഉദാഹരണമാണ് കാശ്മീർ നമ്മൾ കാണുന്നത്. കാശ്മീർ എന്ന ഒരു മഹാ സംസ്ഥാനം ഇന്നില്ല. ഇന്നത് 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ മാത്രമാണ്. അത് അവസാനത്തേതല്ല, അതൊരു തുടക്കം മാത്രമാണ്. ഈ ഫെഡറലിസം തകർക്കാൻ, ഈ ഫെഡറലിസം തകർക്കാനല്ല, ഏകാത്മക ഒരു രാജ്യമാക്കി ഇതിനെ മാറ്റിയെടുക്കുവാനല്ല, എല്ലാം കേന്ദ്ര ഗവൺമെന്റിൽ കേന്ദ്രീകരിക്കുവാനുള്ള ഈ ശ്രമത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ അയൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രഖ്യാപിച്ചത് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയും, യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയാം. അവർ പ്രയോഗവൽക്കരിച്ചു. ഒന്ന് ഫെഡറലിസം തകർക്കാനുള്ള ശ്രമം, അതുപോലെ ജനാധിപത്യത്തെ പ്രഹസനമാക്കി മാറ്റാം. പാർലമെന്ററി വ്യവസ്ഥിതിയെ ഒരു പ്രഹസനമാക്കി, പരിഹാസപാത്രമാക്കി നിർത്തുന്നു. ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ നിയമങ്ങളൊക്കെ പാസ്സാക്കുന്നത് അപ്പം ചുടുന്ന രീതിയിലാണ്, അപ്പം ചുട്ടെടുക്കുന്നത് പോലെയാണ്. മഹാമാരികളെയും പ്രളയങ്ങളെയും അതുപോലുള്ള ദുരന്തങ്ങളെയും ഒക്കെ തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ട്, ചൂഷണം ചെയ്തുകൊണ്ട് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്ന ശ്രമം നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയുണ്ടായി. ഇവിടെ പെഗാസസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പെഗാസസ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം അത് സൂചിപ്പിച്ചു പ്രസിഡന്റ്, നിസ്സാരമായ ഒരു കാര്യമല്ല. അത് ദേശദ്രോഹി, ഭീകരവാദി നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ്. നിങ്ങളൊക്കെ ഭീകരവാദിയാക്കാൻ, ദേശദ്രോഹിയാക്കാൻ, അങ്ങനെ UAPA ചുമക്കാൻ, നിങ്ങളെ തുറുങ്കിലടക്കാൻ, നിങ്ങളെ വായുവും വെളിച്ചവും കാണാത്ത അവസ്ഥയിൽ ജീവച്ചവങ്ങളാക്കി നിലനിർത്തി അവിടെ വെച്ച് തന്നെ ജീവിതം അവസാനിപ്പിച്ച് കളയാനുള്ള ഫാസിസ്റ്റ് തന്ത്രത്തിന്റെ ഒരു ഭാഗം ഈ രാജ്യത്തെ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോ കർഷക സമരത്തെ കുറിച്ച് നമുക്ക് എന്താ കർഷക സമരം? വമ്പിച്ച ഐതിഹാസികമായ ഒരു സമരമാണ് ഈ കർഷക സമരം. അതിനൊരു പ്രത്യേകത എന്താ? സാധാരണ ഇത്തരം പ്രക്ഷോഭങ്ങളൊക്കെ നടക്കാറുള്ളത് വലിയ ഡിമാൻഡുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് സർക്കാരിന് മുന്നിൽ. കർഷകര് വൃദ്ധന്മാരായ, അവശന്മാരായ, കാലാവസ്ഥയോട്, പ്രതികൂല സാഹചര്യത്തോട് പടപൊരുത്തിക്കൊണ്ട് ഐതിഹാസികമായ പ്രക്ഷോഭം 5-8 മാസക്കാലമായി നടത്തി വരുന്ന ഈ കർഷക സമൂഹം ഒരു ഡിമാൻഡും ഇവിടുത്തെ സർക്കാരിന് മുന്നിൽ വെക്കുന്നില്ല. ഒരേ ഒരു കാര്യം, അഗ്രികൾച്ചർ ഈസ് ദ ബാക്ക്ബോൺ ഓഫ് ദി കൺട്രി എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നട്ടലാണ് ഈ രാജ്യത്തിന്. അത് നിങ്ങൾ തകർത്ത് കളയരുത്. അത് നിങ്ങൾ കോർപ്പറേറ്റുകൾക്ക് അടിയറക്കരുത്. കർഷകന്റെ അവകാശങ്ങൾ നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് തീരേരി കൊടുക്കരുത് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് മുണ്ടാൻ തയ്യാറാവുന്നില്ല. ആ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം ജനാധിപത്യ രീതി ഉപയോഗിച്ചുകൊണ്ട് പ്രതിഷേധിച്ചപ്പോ ആ പ്രതിഷേധത്തെ ഈ കർഷക സമരത്തെ കാണാൻ കഴിയാത്തതുപോലെ പ്രതിഷേധത്തെ കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല, മഹാമാരിയെയും പ്രളയത്തെയും ദുരുപയോഗം ചെയ്യുന്നത് പോലെ ഈ സാഹചര്യത്തെ പോലും ദുരുപയോഗം ചെയ്യുമ്പോൾ വളരെ പ്രമാദമായ ബില്ലുകൾ ഒരു ചർച്ചയില്ലാതെ പാസാക്കിയെടുക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. രാജ്യത്തെ പാർലമെന്ററി ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ്. കുഴപ്പണം ഉപയോഗിച്ചുകൊണ്ട്, കള്ളപ്പണം ഉപയോഗിച്ചുകൊണ്ട്, കള്ളനോട്ട്
മനസ്സിലാക്കി. എന്തിനു വേണ്ടിയായിരുന്നു? എതിരാളികളെ സാമ്പത്തികമായി നിരായുധരാക്കി സ്വന്തത്തെ സാമ്പത്തികമായി സമ്പന്നമാക്കുന്നതിന് വേണ്ടിയായിരുന്നു. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാ? ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ. നമ്മൾ കണ്ടു വർഷങ്ങളായിട്ട് ഈ രാജ്യത്ത് എത്ര നഗ്നമായിട്ടാണ് പണം കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്നെ ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ കോടികൾ ഇറക്കി ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ നമ്മൾ കാണുന്നേ ഉള്ളൂ, കാണുന്നവർ കാണുന്നില്ല. കാണുന്ന ആളുകൾക്ക് ബോധ്യാവുന്നില്ല. എന്ത് ചെയ്യും? കോടികളാണ് ഒഴുകിയത് ഈ ജനാധിപത്യത്തിൽ. 34 എത്ര സീറ്റ്? 40 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുന്നൊക്കെ വെറുതെ പറഞ്ഞതാണോ? തലതിരിഞ്ഞ് പതാക ഉയർത്തുന്ന ഈ സംസ്ഥാനത്തെ പിന്നെ BJP-യുടെ നേതാവ് മനസ്സിലാക്കുന്നു. തലതിരിച്ചാലേ ഇതിലേ ഉള്ളൂ പതാക. കാരണം ഈ സ്വാതന്ത്ര്യത്തോടും ഈ രാജ്യത്തോടും ഈ രാജ്യത്തിന്റെ പ്രതീകങ്ങളോടും ഒരു സ്നേഹവും ബഹുമാനവും ഇല്ലാത്ത ആളായി തീരും. ഇന്നിപ്പോ പതാക ഉയർത്തിയിരിക്കുക. എന്താ പതാക എന്ന് അദ്ദേഹത്തിന് അറിയുമ്പോഴില്ല. തലതിരിച്ച പതാക ഉയർത്തിയിരിക്കുന്നത്. പിന്നെ അത് കയറ് ഇറക്കിയിട്ട് തിരിച്ചു കെട്ടാൻ ശ്രമിച്ച കാറിൽ കുടുങ്ങിപ്പോയി. ഇതാണ് അവസ്ഥ. അപ്പോ രാജ്യത്തെ ജനാധിപത്യത്തിൽ ഡെമോക്രസിക്ക് ജനാധിപത്യത്തിന് ഒരു നിർവചനമുണ്ട്. നമുക്കറിയാമല്ലോ, ഡെമോക്രസി ഇസ് ദ റൂൾ ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ദി പീപ്പിൾ ബൈ ദി പീപ്പിൾ ഫോർ ദി പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. അതിനൊരു തിരുത്തിവിടെ പുതിയ നിർവചനം നൽകിയിരിക്കുകയാണ് BJP. എന്താ? ഡെമോക്രസി ഈസ് ദ പ്രയോഗത്തിൽ ഡെമോക്രസി ഈസ് ദ റൂൾ ഓഫ് ദി ഫാസിസ്റ്റ് റൂൾ ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ദി ഫാസിസ്റ്റ് ഫോർ ദി കോർപ്പറേറ്റ്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഫാസിസ്റ്റുകളായ ആളുകൾ ഉണ്ടാക്കിയ ഭരണം. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇതിന്റെ അനുഭവങ്ങൾ എല്ലായിടത്തും നമ്മൾ കാണില്ലേ? കരയും കടലും മാത്രമല്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കരയിലും കടലിലും നാശം ധരിച്ചിരിക്കുന്നു. കരയും കടലും മാത്രമല്ല, ആകാശം ബിറ്റ് തൊലച്ചു അല്ലേ? കോർപ്പറേറ്റുകൾ, അദാനി, അംബാനി, പിന്നെ അതുപോലുള്ള കുത്തകൾ, ഇവർ ഭരണം നടത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ല, ഫോർ ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടിയല്ല, ഫോർ ദി കോർപ്പറേറ്റ്, ഫോർ ദി ലിമിറ്റഡ് കോർപ്പറേറ്റ് 2, 3, 4. ഇദ്ദേഹം ലോകസഞ്ചാരങ്ങൾ നടത്തുന്നത്. ഇപ്പൊ ലേസ് അടങ്ങിയത് കോവിഡ് കാരണം ഇപ്പൊ ഇദ്ദേഹം കൂടെ കാണില്ല. ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ സ്ഥിരമായി ഒന്നിച്ചുണ്ടാകുന്ന ചില കുട്ടികളുണ്ട് അല്ലേ? അതാരൊക്കെയാ? അംബാനി, അദാനി. അവിടുത്തെ പിന്നെ എന്താ കരാറുണ്ടാക്കുന്ന? അന്താരാഷ്ട്ര കരാറ് ഇവർക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. മനല്ലോ, കർഷക സമരവും കർഷകരുടെ ഈ എല്ലാ ആനുകൂല്യങ്ങളും ഇവരുടെ വിഭവങ്ങളും ഒക്കെ തന്നെ കോർപ്പറേറ്റുകൾക്ക് തിരികെ കൊടുക്കാനുള്ള ശ്രമം. ഒരു ഭാഗത്ത് ഈ പറഞ്ഞ കരയും കടലും ആകാശവും മാത്രമല്ല, പിന്നെ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ കേരളത്തിലെ വൈദ്യുത ബോർഡ് വരെ കോർപ്പറേറ്റുകൾക്ക് തിരികെ കൊടുക്കാനുള്ള ശ്രമം നടക്കുകയാണ് കേട്ടോ. നമുക്ക് നോക്കിയിരിക്കാൻ കഴിയില്ല. നമ്മുടേതാണല്ലോ ഈ രാജ്യം. ഭൗതിക വിഭവങ്ങളൊക്കെ തന്നെ ഇവർക്ക് അടിയറവില്ല കോർപ്പറേറ്റ്. പിന്നെ ഭൗതിക വിഭവങ്ങൾ, എന്താ ഭൗതിക വിഭവങ്ങൾ? മനുഷ്യ വിഭവങ്ങൾ, അതൊക്കെ തന്നെ തടവറയിലാണ്. മനുഷ്യ വിഭവങ്ങൾ മുഴുവൻ തടവറയിൽ നിൽക്കുക. പിന്നെ ഭൗതിക വിഭവങ്ങൾ മുഴുവൻ കോർപ്പറേറ്റ് തീരെ കൊടുക്കുക. എന്നിട്ട് എനിക്കും എന്റെ ഭാര്യക്കും തട്ടാനും ഇവിടെ വലിച്ചു കളയാൻ ആ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണേണ്ടത് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു, നിശബ്ദരാക്കുന്നു, തടവിലാക്കുന്നു, പൗരന്മാരെ ഭയപ്പെടുന്നു. പൗരന്മാരെ ഭയപ്പെടുന്ന ഇങ്ങനെ ഒരു ഭരണകൂടം ലോക ചരിത്രത്തിൽ കണ്ടിട്ടില്ല എന്നാണ് നിരീക്ഷകന്മാർ, ലോക രാഷ്ട്രീയ നിരീക്ഷകന്മാർ പറയുന്നത്. അങ്ങനെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്, ബാങ്കിന്റെ വിലയെ പോലും വിശ്വാസമില്ലാത്ത ആളുകൾ പറയുന്നത്. അതുകൊണ്ടാണ് ഈ മാധ്യമ പ്രവർത്തകരെയും പിന്നെ ആക്ടിവിസ്റ്റുകളെയും പിന്നെ മാത്രമല്ല ചോർത്തുന്നത്, സ്വന്തം പാർട്ടിയിൽ പ്രതിപക്ഷത്തെയും മാത്രമല്ല സ്വന്തം പാർട്ടിയിലുള്ള ആളുകളെയും വിശ്വാസമില്ലാത്തതുകൊണ്ട് ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം. അപ്പൊ ഇതൊക്കെ ആണെങ്കിലും ഇനി ഞാൻ വെട്ടിക്കൊണ്ടുവന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് നിരാശയ്ക്ക് വകയില്ല, പ്രതീക്ഷക്കാരുടെ വകയുണ്ട്. കാരണം ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യ ഇച്ഛുക്കളാണ്. അവര് സ്വാതന്ത്ര്യം നിലനിൽക്കുന്നതിന് വേണ്ടി അത് അവരുടെ ജന്മാവകാശമാണ് ഞാൻ വിശ്വസിക്കുന്നത്.
നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വാതന്ത്ര്യം അല്ലെങ്കിൽ 6 അടി മണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതോ 1 or 2 ആളുകളുടെ മുദ്രാവാക്യമല്ല. മലബാറിൽ നമുക്ക് മുന്നോട്ട് പ്രത്യേകിച്ച് നമുക്കത് പറയാൻ കഴിയും. മലബാർ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിലെ ലോക അത് കേവലം കൊടി ഉയർത്തലും സൈനിക അഭ്യാസവുമല്ല, സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവിനെ സാക്ഷാത്കരിക്കുകയും അത് ആഘോഷിക്കുകയും ചെയ്യണം. എന്താ സ്വാതന്ത്ര്യം? ഹാപ്പിനെസ്. അത് ഹാപ്പിനെസ് ഫോർ ഹോൾ സൊസൈറ്റി, ജനങ്ങൾക്ക് മൊത്തം അത് കരകരമാക്കിക്കൊണ്ട് അതിൽ സന്തോഷിക്കുക, ആഘോഷിക്കുക എന്നതാണ്. ഇവിടെ നമുക്ക് നമ്മൾ പോരാടി നേടിയെടുത്ത ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, നമ്മൾ പുലർത്തിപ്പോരുന്ന ഈ ബഹുസ്വരത, ഈ സൗഹൃദം, സാഹോദര്യവും മനുഷ്യ നന്മകൾ ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിനുള്ള പ്രതിജ്ഞാദിനമായി ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷം മാറേണ്ടതുണ്ട്. അതിൽ ഈ വെർച്വൽ കോൺഫറൻസ് ഒരു ചെറിയ സംഭാവനയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഒപ്പം മാനുഷികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും രാജ്യത്തും കോവിഡിന്റെ സാഹചര്യത്തിൽ ജനങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന്, അവരെ സേവിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നിട്ടിറങ്ങാം എന്നുകൂടെ പ്രതിജ്ഞയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് SDP. ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിന ആശംസകൾ. കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത ശ്രീനാരായണ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പി അബ്ദുൽ ഫൈസി അവർക്ക് സന്ദേശം നൽകിയ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ആർ അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ഇവിടെ സ്വാഗതം ആശംസിച്ച പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പി ആർ സി യാവൻ, വേദിയിലുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുസ്തഫ കോമേരി, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ പാലേരി, പ്രിയ സഹപ്രവർത്തകരെ, ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ, പൂർവികർ നൽകിയ ചിന്തയും ചോരയും ജീവനും ആ വീരരക്തസാക്ഷികളെ ഓർത്തുകൊണ്ട് ഈ 75ാം സ്വാതന്ത്ര്യ ദിന ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. ഇന്ന് രാജ്യം 75ാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു. 3/4 നൂറ്റാണ്ട് കാലം പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യത്തോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ ഇന്ന് പലതും ഇല്ല. പക്ഷെ കഴിഞ്ഞ 7-8 വർഷമായി വലിയ കുഴപ്പമില്ലാതെ പോയിരുന്ന രാജ്യം ഇനി എത്ര കാലം നിലനിൽക്കും എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ആശങ്ക. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യ എന്തായിരുന്നു, എന്താണ് സ്വാതന്ത്ര്യത്തിന് ശേഷം? സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മുടെ രാജ്യത്ത് ഒരു ഭരണഘടന, ഇവിടെ ഹമീദ് മാഷ് സൂചിപ്പിച്ചു, മറ്റ് ഉദ്ഘാടകൻ സൂചിപ്പിച്ചു, രാജ്യത്തിലെ ഒരു ഭരണഘടന. അതിനാണല്ലോ നമ്മൾ ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. സാർവത്രിക റിപ്പബ്ലിക് ദിനമാണ്. രാജ്യം റിപ്പബ്ലിക്കായി. അതിനു മുമ്പ് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകളായിരുന്നു രാജ്യത്ത് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഓഫീസർമാർ. ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ സിപ്പാഹികൾ, പടയാളികൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ കൂലി തൊഴിലാളികൾ മാത്രമായിരുന്നു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ പല മേഖലകളിലും ഉദ്യോഗസ്ഥന്മാര് ത്രിവർണ്ണ പതാക ഉയർത്തിയിട്ടുണ്ട്. അത് IPS-കാരുണ്ടാവും, IAS-കാരുണ്ടാവും, സിവിൽ സർവീസിൽപ്പെട്ട പല ആളുകളുണ്ടാവും, പല ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, ഭരണാധികാരികളുണ്ട്. ഇവർക്കെല്ലാം കൊടി ഉയർത്താൻ പോലും, ദേശീയ പതാക ഉയർത്താൻ പോലും അവകാശം കിട്ടിയത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതോടുകൂടിയാണ്. ഈ ഭരണഘടനയിൽ ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ നിലനിർത്തണം, ഒപ്പം ജനങ്ങൾക്ക് കുറെ റൈറ്റ് ഉണ്ട്. അവർക്ക് ജീവിക്കാൻ, അവർക്ക് മതത്തിൽ വിശ്വസിക്കാൻ, അവർക്ക് വിദ്യാഭ്യാസം
ചെയ്യാൻ, അവർക്ക് പ്രതിഷേധിക്കാൻ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞു. പക്ഷെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി. അത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെ, ഇന്ന് നമ്മുടെ നാട്ടിലുള്ള വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ, പോലീസിൽ സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ സർവ മേഖലയിലും ഭരണഘടനാ വിരുദ്ധമായ അതിനൊക്കെ തെളിവുകളാണല്ലോ ഇപ്പോൾ കാണിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധത്തിന്റെ ഒരു ഭാഗമാണ് കോവിഡ് കാലഘട്ടത്തില് സാധാരണ ജനങ്ങളെ പിടിച്ചു നിർത്തിയിട്ട് കോവിഡിന്റെ കാലഘട്ടമാണ്, മാസ്ക് വെച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന പണപ്പിരിവ്. സർക്കാർ അനുവദിച്ചിരിക്കുന്നു വാഹനങ്ങൾ ഓടാൻ, പക്ഷെ വാഹനം ഓടുമ്പോൾ അതിൽ ഓവർലോഡ് ചെയ്ത് കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായി വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ വാഹനം തടഞ്ഞു നിർത്തി ഓരോ ടോറസിൽ നിന്ന് 25,000 30,000 രൂപ പിഴ ഈടാക്കുന്നു. ഒരാഴ്ചയിൽ തന്നെ 5 ദിവസം ഇത് ആവർത്തിക്കുന്നു. ഇങ്ങനെ വാക്സിനേഷൻ, നമുക്ക് നൽകേണ്ട വാക്സിനേഷൻ, അത് രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും സുരക്ഷിതത്വവും ഒക്കെ ഉറപ്പാക്കേണ്ട ഗവൺമെന്റ് സൗജന്യമായി നൽകേണ്ടത് ആദ്യം സൗജന്യം പറഞ്ഞു, പിന്നെ കുറച്ചു പണം വന്നു, ഇപ്പോൾ കൂടുതൽ പണത്തിലേക്ക്. എന്ന് പറഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചത് അടിമകളെ പോലെ പ്രവർത്തിച്ചിരുന്ന ഈ ഉദ്യോഗസ്ഥ വൃന്ദം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൂർവികരായിട്ടുള്ള ആളുകൾ നൽകിയ ചിന്തയും അവരുടെ ചോരയും അവരുടെ ജീവനും സർവ്വതും നഷ്ടപ്പെടുത്തി നേടിയെടുത്ത രാജ്യം. അവിടെയാണ് ഒരു അഭിപ്രായ വ്യത്യാസം. മഹാത്മാഗാന്ധിജി പറഞ്ഞത്, രാജ്യം സ്വാതന്ത്ര്യം നേടി, പക്ഷേ സ്വാതന്ത്ര്യം നേടിയതിന്റെ അതിനൊരു വിപരീത ഫലം ഉണ്ടാക്കരുത്, വ്യഗ്രത ഉണ്ടാക്കരുത്, ആസക്തി ഉണ്ടാക്കരുത്, മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരാൻ പാടില്ല. ആദ്യം തെറ്റിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് തത്വം. സ്വന്തം മകളെ ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് മാത്രമല്ല, രാജ്യഭരണം ഏൽക്കുന്നതിനുള്ള താല്പര്യങ്ങൾ വരെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തു. അപ്പോൾ കോൺഗ്രസിനും ഈ രാജ്യത്തിന്റെ ചില സ്വാർത്ഥതയിലേക്ക് പോകുന്നതിന് തുടക്കം കുറിച്ചു. BJP-നെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം BJP തുടക്കം മുതൽ ഒറ്റുകാരാണ്. അവർക്ക് രാജ്യം എങ്ങനെ ഒറ്റുകൊടുക്കണം അത് ചരിത്രത്തിൽ പറയുന്നുണ്ടല്ലോ. മാപ്പെഴുതി കൊടുക്കുന്നു, വീണ്ടും മാപ്പെഴുതി കൊടുക്കുന്നു. ആ മാപ്പിന്റെ ഭാഗമാണ് ഇന്ന് സുരേന്ദ്രൻ പോലും കൊടി ഉയർത്തിന്റെ തെളിവ്. ആ പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് പറയുമ്പോ നാളെ കെട്ട് തലവരിക്കേണ്ട രാജ്യം, ഇവിടുത്തെ ജനങ്ങൾ അവരെ അധികാരത്തിലേക്കിയവർ, അത് ഓർക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള ഒരു 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 രീതിയിലേക്ക് നമ്മുടെ രാജ്യം പോകുമ്പോ, പണ്ട് വിദേശികൾ വന്ന് നമ്മളെ ഭരിച്ചു, ഇപ്പോൾ വിദേശികൾക്ക് കടന്നു വരാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും കൊടുത്ത് നരേന്ദ്രമോദി അവരെ സ്വാഗതം ചെയ്യുകയാണ്. സർവ്വരുടെ അമിത് മാഷ് സൂചിപ്പിച്ചു, ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് കടന്നു പോകുന്നു. അവന്റെ വസ്ത്രം മാറുമ്പോൾ, അവന്റെ കിടപ്പുമുറിയിലെ രഹസ്യം, അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ ബാത്റൂമിൽ പോകുമ്പോൾ തുടങ്ങി മുഴുവൻ കാര്യങ്ങളെയും ചോർത്തിയെടുക്കുവാനായിട്ട് ഇസ്രായേൽ കൊടുത്തിരിക്കുന്ന ചില പെഗാസിസ് എന്ന് പറയുന്ന ചില രഹസ്യങ്ങൾ കവർന്നെടുക്കാൻ, ഇത് ഉപയോഗിക്കണമെങ്കിൽ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടുത്തെ ഭരണാധികാരികൾ ഒപ്പിട്ട് കൊടുക്കണം. അത് മാത്രമാണ് ഇത് വേറെ രാജ്യത്തിന് കൊടുക്കാൻ പാടുള്ള ടെക്നോളജി. അമേരിക്ക ഇത് പറയുകയും, പക്ഷെ അമേരിക്കക്കാര് ഈ ടെക്നോളജി അവിടെ ഉപയോഗിക്കാൻ നോക്കിയതിലൂടെ അവിടെ ഓടിച്ചുവിട്ടതാണ്. അവരാണ് വീണ്ടും വന്ന് രാജ്യത്തൊട്ടാകെ ഇത് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം പട്ടിണി, നമ്മുടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട്, നമ്മുടെ മുദ്രാവാക്യവും ഇന്നത്തെ കാലഘട്ടവുമായി കൂട്ടിച്ചേർക്കേണ്ട ചില അനുഭവം. രാജ്യം പട്ടിണിയിലും വറുതിയിലുമായിരുന്നുവെങ്കിൽ 75 വർഷം പൂർത്തീകരിക്കുമ്പോഴും രാജ്യത്ത് പട്ടിണിയുണ്ട് എന്ന് ഔദ്യോഗികമായി പറയുന്നത് ഗവൺമെന്റാണ്. പക്ഷെ നമ്മൾ അതിനു മുമ്പ് പറഞ്ഞു രാജ്യത്തെ പട്ടിണി മരണം മാറ്റണം. പട്ടിണി ഉണ്ട്, ഇന്നും പട്ടിണിയാണ്. ഇവിടെ സൂചിപ്പിക്കുന്നു പട്ടിണി ഉള്ളത് കൊണ്ടാണ് റേഷൻ സബ്സിഡി കൊടുക്കുന്നത്, സൗജന്യ റേഷൻ കൊടുക്കുന്നത്, അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സൗജന്യങ്ങൾ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? രാജ്യത്ത് പട്ടിണി ഇപ്പോഴും നിലനിൽക്കുന്നു. സ്വാതന്ത്ര്യമില്ല, പട്ടിണിയുമാണ്. സ്വാതന്ത്ര്യമില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ തന്നെ പ്രതിഷേധിക്കാൻ അവസരമുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നത്
രാജ്യത്തിന്റെ ഭരണാധികാരികൾ ജനങ്ങളുടെ ഗുണകരമായ കാംക്ഷയ്ക്ക് വേണ്ടി, ഗുണകരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി അതീവ താല്പര്യം കാണിക്കണം. എതിർപ്പുകളെ പ്രതിപക്ഷ സ്വരമായി കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭരണഘടന പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന എതിർപ്പുകളെ പ്രതിഷേധ സ്വരമായി കണ്ടുകൊണ്ട് അത് നടപ്പാക്കുന്നതിന്, ആ പോരായ്മ പരിഹരിക്കുന്നതിന് ശ്രമിക്കണം. പക്ഷേ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധിക്കുന്നവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. ഇവിടെ പ്രതിഷേധിക്കാൻ പാടില്ല. ഇതുപോലെയുള്ള ജനാധിപത്യ മതേതരത്വ സോഷ്യലിസം ഇല്ലാത്ത ഒരു രാജ്യമായി മാറി. ഭരണഘടനയുടെ ഗാന്ധിജി വീണ്ടും പറഞ്ഞിട്ടുണ്ട്, സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇവിടെയുള്ള സാമുദായിക ശക്തികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം ഭരണം നടത്താൻ. അത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ചേർത്ത് നിർത്തണം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ചേർന്ന് നിൽക്കണം. സർവ്വവിധ സമുദായ നേതൃത്വവും സംഘടനകളും ചേർന്നുകൊണ്ട് വേണം, ആ വിശ്വാസികൾ ചേർന്നുകൊണ്ട് വേണം രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ ഇന്നത്തെ ഭരണവർഗം ചെയ്യുന്നത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ തെളിയിക്കുന്നു, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും തമ്മിൽ തെളിയിക്കുന്നു. എല്ലാ സമുദായങ്ങളെയും തങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ഈ മുട്ടനാട് ചെന്നായുടെ താല്പര്യത്തിനനുസരിച്ച് മുട്ടാടുകളെ കൂട്ടിടിപ്പിച്ചുകൊണ്ട് ചോര കുടിക്കുന്ന പ്രവണത ഇന്ന് രാജ്യം ഭരിക്കുന്നവർ ഭരണഘടനാ വിരുദ്ധമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ പോലും രാജ്യത്തിന്റെ പുരോഗമനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ചില അനാധാനങ്ങളും അന്ധവിശ്വാസങ്ങളും ചില ദുർചിന്ത പ്രവർത്തികളുമൊക്കെ ആയിട്ട് പോവുകയാണ്. കോവിഡിന്റെ മഹാമാരിയുടെ കാലഘട്ടത്തിൽ പോലും പറയുന്നത് എന്താ? ഇഞ്ചക്ഷൻ അല്ല ആദ്യം വേണ്ടത്, ഗോമൂത്രമാണ്, ചാണകമാണ്. അതിൽ നിന്നാണ് ജനത്തെ രക്ഷിക്കാൻ പറ്റൂ. പക്ഷെ ഇത് വളരെ ആസൂത്രിതം. ഹിന്ദുത്വം എന്നല്ല, ബ്രാഹ്മണിസത്തിലേക്ക് എത്തിപ്പെടുന്നതിന് ഗോമൂത്രവും ചാണകവും കുടിച്ചു മരിക്കുമ്പോൾ വലിയൊരു സംഖ്യ സാധാരണക്കാർ ഇവിടെ ഇല്ലാതെ വരും. സാധാരണ ജനങ്ങളില്ലാണ്ട് വരുമ്പോൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഹിന്ദു രാഷ്ട്രമായി നടക്കുന്നവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഇവിടെ ബ്രാഹ്മണിസം നടപ്പിലാക്കണം. ഈ ബ്രാഹ്മണിക്കൽ തത്വത്തിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അതിന്റെ ഉദാഹരണമാണ് പാർലമെന്റിനെ ഇവിടെ സൂചിപ്പിച്ചു. പാർലമെന്റിന്റെ പ്രവർത്തനം എന്തിന്? കേരളത്തിലെ നിയമസഭയുടെ പ്രവർത്തനം പോലും അവിടെ പ്രതിപക്ഷം കൊടുത്ത നോട്ടീസിലെ ആ പ്രതിപക്ഷ അംഗത്തിന്റെ പേര് പോലും പരാമർശിക്കാൻ സ്പീക്കർ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോ കേരളത്തിന്റെ നിയമസഭയുടെ പ്രവർത്തനം എവിടെ എത്തി നിൽക്കുന്നു? മുഖ്യമന്ത്രിക്ക് ഡോളർ കേസിൽ പങ്കുണ്ട്, അത് അന്വേഷിക്കണം, അതിന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നു. പക്ഷെ ജനാധിപത്യമില്ല, മതേതരത്വമില്ല, പ്രത്യേകിച്ചും ഭരണഘടനാപരമായ യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ ആ കോടതികളിൽ ഇരിക്കുന്നെങ്കിൽ ഏത് കോടതിയിൽ ഇരിക്കുന്ന വിഷയവും പാർലമെന്റിലും നിയമസഭയിലും ചർച്ച ചെയ്യുവാൻ ജനപ്രതിനിധികൾക്ക് അധികാരമുണ്ട്. ആ അധികാരം പോലും ഇല്ലാതെ ചില താല്പര്യത്തിന് വേണ്ടി അതുപോലും മാറ്റിവെക്കുന്ന ഒരു തരം രീതി, ഈ രീതിയിലാണ് ഇവിടെ സൂചിപ്പിച്ച ഈ 3/4 നൂറ്റാണ്ടെത്തുമ്പോൾ രാജ്യം കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വയ്ക്കുക എന്ന് മാത്രമല്ല, സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ആളുകളെ കൊണ്ടുവരുന്നു. സത്യം പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ദല്ലാൽ പണിയെ മാത്രം ചെയ്യുകയാണ്. അതിന് കടന്നു പറഞ്ഞാൽ രാജ്യത്തെ വ്യഭിചരിക്കുക ഇന്നത്തെ ഭരണകൂടത്തിന്റെ വളരെ വ്യക്തമായ നിലപാടായി മാറിയിരിക്കുകയാണ്. അതാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ് ഇന്ന് സംസ്ഥാന ഗവൺമെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയ സഹപ്രവർത്തകരെ, ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ, നമ്മൾ കണ്ണും കാതും തുറന്നിരുന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ, നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാൻ, നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിന് ജയിലിൽ പോകേണ്ടി വന്നാൽ, വീണ്ടും സമരം ചെയ്യേണ്ടി വന്നാൽ തയ്യാറാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എന്നോട് സംസാരിക്കുന്നത് മുസ്തഫ കൊമ്മേരി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി. ബഹുമാന്യനായ ഈ വെർച്വൽ കോൺഫറൻസിൻ്റെ അധ്യക്ഷൻ, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ മജീദ് വൈസി, സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയ ബഹുമാന്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ അബ്ദുൽ ഹമീദ് മാസ്റ്റർ, വേദിയിലുള്ള പ്രിയങ്കരനായ സംസ്ഥാന സെക്രട്ടറി TR സിയാർ, ബഹുമാന്യനായ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ പാലേരി,
ജനാധിപത്യ മതേതര വിശ്വാസികളെ, പ്രിയ സഹപ്രവർത്തകരെ, നമ്മുടെ രാഷ്ട്രം 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിനെക്കുറിച്ചും ഭരണകൂട നീക്കങ്ങളെക്കുറിച്ചും കൃത്യവും വ്യക്തവുമായ പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. നമ്മുടെ രാജ്യം 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മോടൊപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള നിരവധി പേർ സ്വാതന്ത്ര്യം ലഭിക്കാതെ ജയിലറകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്ത കുറ്റമെന്ന് കൃത്യമായ വിവരം പോലും ലഭിക്കാതെ നിരവധി യുവതി യുവാക്കളും വിവിധ ജയിലുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണകൂടം കടുത്ത നിയമങ്ങൾ നടപ്പിലാക്കിയും കടുത്ത ശിക്ഷാ നടപടികൾ നടപ്പിലാക്കിയും നിരവധിയായ സാധാരണ ജനങ്ങളെയും പാവങ്ങളെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്ത് പുതിയ മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് സാമൂഹിക നീതിയെക്കുറിച്ച് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. 2009 ഒക്ടോബർ മാസം 18-ാം തീയതി ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ പ്രതിനിധി സഭയിൽ അംഗീകരിക്കപ്പെട്ട പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ സാമൂഹിക നീതിയെക്കുറിച്ച് എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. രാഷ്ട്രത്തിന്റെ സമ്പത്ത് ഉപയോഗിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സ്ഥാപനങ്ങൾ, സർക്കാർ സർവീസുകൾ എന്നിവയിൽ വിദ്യാഭ്യാസത്തിനും ജോലിക്കും സംവരണം നൽകാൻ കഴിയുന്ന രീതിയിൽ സമ്പൂർണ്ണ സംവരണ നിയമം നടപ്പിലാക്കണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ 12 വർഷങ്ങൾക്ക് മുന്നേ ആവശ്യമുന്നയിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ സംവരണം, വിശിഷ്ട മുസ്ലിം ക്രിസ്ത്യൻ മേഖലയിലുള്ള, അതോടൊപ്പം തന്നെ പട്ടികജാതി വർഗക്കാർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സംവരണം നിർദ്ദേശിക്കുന്ന രംഗനാഥ മിശ്ര കമ്മീഷൻ നിയമം നടപ്പിലാക്കണമെന്ന്, റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പാർട്ടിയുടെ മാനിഫെസ്റ്റോ ആവശ്യപ്പെടുകയുണ്ടായി. മതിയായ പ്രാതിനിധ്യമില്ലാത്ത വിഭാഗങ്ങൾക്കായി, പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങൾക്കായി അത്തരം ആളുകൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടപ്പിലാക്കണമെന്നും പാർട്ടി ആവശ്യപ്പെടുകയുണ്ടായി. ദലിതുകൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ തുടങ്ങി മതിയായ ഔന്നിധ്യം ലഭിക്കാത്ത വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി പോലീസ്, സൈന്യം, ഇന്റലിജൻസ് തുടങ്ങി സർക്കാർ മേഖലയിലും അധികാര മേഖലയിലും അവരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മാനിഫെസ്റ്റോയിലൂടെ ആവശ്യപ്പെടുകയുണ്ടായി. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ആ സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശകൾ പൂർണ്ണമായും നടപ്പിലാക്കണമെന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ന്യൂനപക്ഷ സ്കോളർഷിപ്പിന്റെയും ന്യൂനപക്ഷ വകുപ്പിന്റെയും പേരിൽ നടക്കുന്ന വിവാദങ്ങൾക്കിടയിൽ കൃത്യമായി അവകാശങ്ങൾ ലഭിക്കേണ്ട ന്യൂനപക്ഷങ്ങൾക്ക് സച്ചാർ കമ്മിറ്റിയുടെ പൂർണ്ണമായ ശുപാർശ ലഭിക്കണമെന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നാം ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ പിന്നോക്ക ജനവിഭാഗങ്ങൾ, പട്ടികജാതി പട്ടിക വിഭാഗക്കാർ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇവർക്കെതിരെ ഉയർന്നു വരുന്ന പീഡനങ്ങളും അതുപോലുള്ള അതിയായിട്ടുള്ള അതിക്രമങ്ങളും അതിശക്തമായി നേരിടാൻ ഭരണകൂടം പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ എന്റെ ശബ്ദം ശ്രമിക്കുന്ന മുഴുവൻ ആളുകൾക്കും 75ാം സ്വാതന്ത്ര്യ ദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പരിപാടിക്ക് നന്ദി പറയുന്നതിനായിട്ട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ മലയിൽ. ബഹുമാനപ്പെട്ട ഈ വെർച്വൽ കോൺഫറൻസിൻ്റെ അധ്യക്ഷൻ
പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറക്കൽ, ഈ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പി അബ്ദുൽ മജീദ് ഫൈസി, സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ്, ഈ കോൺഫറൻസിൽ സ്വാഗതം പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പി ആർ സിയാദ്, അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ച സംസ്ഥാന സെക്രട്ടറി മുസ്തഫ കൊമ്മേരി, മറ്റ് ജനാധിപത്യ മതേതര വിശ്വാസികളെ, സ്വാതന്ത്ര്യം നേടിയിട്ട് ഏറെ പതിറ്റാണ്ട് കാലം പിന്നിടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഏറെ പതിറ്റാണ്ട് കാലം പിന്നിടുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ധീര യോദ്ധാക്കളെ സ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. രാജ്യം ഏറെ പതിറ്റാണ്ട് പിന്നിടുമ്പോൾ രാജ്യത്തുള്ള അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ ഭയത്തിൻ്റെയും വിശപ്പിൻ്റെയും പിടിയിൽ നിന്ന് ഞെരിഞ്ഞ് അമർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നിലനിൽക്കുമ്പോൾ രാജ്യത്ത് എവിടെയാണ് കൃത്യമായ സ്വാതന്ത്ര്യം നടക്കുന്നത് എന്നുള്ളത് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട സാഹചര്യമാണ് ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം രാജ്യത്തുള്ള പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും മാനിക്കാത്ത രീതിയിൽ ഇവിടുത്തെ കുത്തക മുതലാളിമാർക്ക് വേണ്ടി മാത്രം ഭരണ സംവിധാനം ചലിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും ഭയാനകമായ ഒരു സ്ഥിതിവിശേഷത്തിൽ കൂടി രാജ്യം കടന്നു പോകുമ്പോൾ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം രാജ്യത്ത് നടപ്പാക്കേണ്ടി വരുമെന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഇപ്പോഴും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ ഭരണ സംവിധാനത്തെ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും രീതികളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ രാജ്യത്ത് വരും കാലങ്ങളിൽ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ അതിന് മുന്നോട്ട് വരികണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കൃത്യ നിർവഹണത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ എന്നിൽ അർപ്പിതമായത് ഈ വെർച്വൽ കോൺഫറൻസിൽ നന്ദി പറയുക എന്നാണ്. ഈ വെർച്വൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പി അബ്ദുൽ മജീദ് ഫൈസി സാഹിബിന് കൃത്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യദിനം സന്ദേശം നൽകി സംസാരിച്ച പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ്, അദ്ദേഹത്തിനും കൃത്യമായ നന്ദി നേരുകയാണ്. അതുപോലെ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ട് സംസാരിച്ച പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറക്കലിനും കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വെർച്വൽ കോൺഫറൻസ് സ്വാഗതം നൽകിയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പി ആർ സിയാദിന് കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കോൺഫറൻസ് അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ച പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുസ്തഫ കൊമ്മേരിക്കും കൃത്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ വെർച്വൽ കോൺഫറൻസ് ഇത്രയും സമയം വീക്ഷിച്ചുകൊണ്ട് ഇരുന്ന ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും അതുപോലെ തന്നെ ഇന്ത്യ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും
ഈ പരിപാടിയെ സസൂക്ഷ്മം നിരീക്ഷിച്ച മുഴുവൻ ആളുകൾക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കൃത്യമായ നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിക്കൊണ്ട് ഈ പരിപാടി അധ്യക്ഷന്റെ അനുമതിയോടുകൂടി അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു.